നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങൾ തമ്മിലുള്ള വേവ് ലെങ്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പവിത്രൻ സാറിനെ ക്രമം വിട്ട് ആര് കുറ്റപ്പെടുത്തിയാലും മാഡത്തിന് സോറി അമ്മയ്ക്കത് ഇഷ്ടപ്പെടാറില്ല. ഞാൻ തന്നെ പറഞ്ഞപ്പോ പോലും എതിർത്തിട്ടുണ്ട്. അമ്മയ്ക്ക് പവിത്രൻ സാറിനോടുള്ള അറ്റാച്ച്മെന്റ് മനസ്സിലാക്കിയിട്ടുള്ളതുകൊണ്ടാ പലപ്പോഴും ഗിരിജ മാഡത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ഷാർപ്പായിട്ടൊരു സ്റ്റാൻഡ് എടുക്കാൻ എന്നെ പോലും പിന്തിരിപ്പിക്കുന്നത്. എന്റെ അനിയത്തിയോടും ഗിരിജ മാഡം പലതവണ അതിരുവിട്ട് പെരുമാറിയപ്പോ പോലും ഞാൻ സംയമനം പാലിച്ചിട്ടുണ്ട്. എന്തിന് അഞ്ചു പോലും നിയന്ത്രണം വിട്ട് ഗിരിജ മാഡത്തോട് പെരുമാറിയപ്പോ പോലും ഞാൻ അവളെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. കരുണനങ്കൾ കോടതി വഴി മൂവ് ചെയ്തിട്ട് വാറണ്ടുമായി വന്ന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ പോലും ഞാൻ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാഡത്തിനോട് പവിത്രൻ സാറിന് ആ അറ്റാച്ച്മെന്റ് തിരിച്ച് പലപ്പോഴും അത് അമ്മയ്ക്കറിയാം. പക്ഷെ അനിയനോട് അമ്മയ്ക്ക് എപ്പോഴും ആ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് രക്തബന്ധം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ അതെല്ലാം വഴിമാറും. സ്വത്തിന് വേണ്ടിയോ അധികാരങ്ങൾക്ക് വേണ്ടിയോ പരസ്പരം വാളെടുക്കുന്നു. സഹോദരങ്ങളാ കൂടുതലും. ആബേലും കായനും പാടത്ത് വെട്ടിമരിച്ച കഥയ്ക്ക് ബൈബിളോളം പഴക്കമുണ്ട്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം നമ്മുടെ കഥകളിൽ തന്നെയുണ്ട്. ഇന്ന് അന്യരേക്കാൾ സഹോദരങ്ങള് കുടിപ്പക സൂക്ഷിക്കുന്നത്. എന്തിന് കഥകള്? ദിവസവും പേപ്പർ നോക്കിയാ പോരെ.